ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് കാര്യം നേടാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കി തരുന്നത് അതിനോടുള്ള ആഗ്രഹമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആരോഗ്യവും സന്തോഷവും ഒക്കെ നിലനിർത്താനായിട്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സ്വയം തന്നെ ചെയ്യണം. എന്നാൽ ചില കാര്യങ്ങൾ അങ്ങനല്ല കേട്ടോ. അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ ചില വെറൈറ്റി മെത്തേഡുകൾ ഇഷ്ടപ്പെടുന്നവരുടെ ലക്ഷണത്തെക്കുറിച്ചാണ്, അതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ചില രീതികളൊന്നും ശരിയായിട്ട് ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനസ്സിൻ്റെ ചില പ്രത്യേക അവസ്ഥകളാണ്. ഇപ്പം ഇതെന്നല്ല, ഏത് കാര്യവും നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയവും സന്തോഷമുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. എങ്കിൽ മാത്രമേ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട ചില ഹോർമോണുകളൊക്കെ പ്രവർത്തിപ്പിച്ച് നമുക്കതിനോട് ആഗ്രഹം തോന്നത്തുള്ളൂ. പ്രത്യേകിച്ചും എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ പോലുള്ള സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഇതിന് ഏറ്റവും ആവശ്യമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ സന്തോഷമാണോ എന്നുള്ളത് മറ്റുള്ളവർ അത്ര കെയർ ചെയ്യുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ സൃഷ്ടിക്കണം. എങ്കിൽ മാത്രമേ ചില രീതികളോട്, ചില മെത്തേഡിനോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നത്തുള്ളൂ. നമ്മുടെ ഫാൻറ്റസികൾ അതനുസരിച്ച് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. തന്നെയല്ല, വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയോടും താല്പര്യം കാണത്തില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് അവർ പിൻഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് എന്തിനോടാണോ കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത്, മനസ്സ് ഫോക്കസ് ചെയ്യുന്ന അവിടെയായിരിക്കും. എന്നാൽ എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്നില്ല, ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ആ രൂപത്തിനകത്ത്, സ്ട്രക്ചറിനകത്തൊക്കെ വളരെ കോൺഷ്യസ് ആയിരിക്കും. തന്നെയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഭാവനകളൊക്കെ അവർ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഏത് മെത്തേഡാണെങ്കിലും നമുക്കതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നാൻ കാരണം നമ്മളതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മുടേതായ ഒരു സങ്കല്പം അതനുസരിച്ച് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഒരു സൈക്കോളജി പറയട്ടെ, നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ റിച്ചായിട്ട് തോന്നുന്ന ഒരു കാര്യം വളരെ അഭിമാനത്തോടെ ആയിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ സുഖത്തിന്, സന്തോഷത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. മാത്രമല്ല, പുരുഷൻ്റെ ഒരു സൈക്കോളജി ഇതിനകത്തുള്ളത് അവർക്ക് ശരിക്കറിയാം. പലരും പങ്കാളിയുടെ ഒരു സംതൃപ്തിയാണ് ഇതിനകത്ത് നോക്കുന്നത്. ഈ ഒരു മെത്തേഡിന് ആരോഗ്യപരമായിട്ട് പല ഗുണങ്ങളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ട് കൂട്ടർക്കും ഇത് നല്ലൊരു വ്യായാമമാണ്. നമ്മുടെ ഫിസിക്കൽ ബോഡിക്കും മെൻ്റൽ ബോഡിക്കും ഒരുപോലെ റിലാക്സേഷൻ കിട്ടും, ടെൻഷൻ കുറയും. അതുപോലെ സ്ട്രെസ്സ് കുറയുന്നതുകൊണ്ട് നല്ല ഉറക്കം കിട്ടും. നമ്മുടെ ശരീരത്തിൻ്റെ പല രോഗങ്ങൾക്കും വേദനകൾക്കും കാരണം സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നല്ല ഷേപ്പുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഈ രീതിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ കോൺഷ്യസ് ആകും, നമ്മളെ തന്നെ നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യും. പുരുഷന്മാരെ സംബന്ധിച്ച് ഇതിനകത്ത് ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു പൊസിഷനിൽ അവർക്കെന്തോ വ്യത്യസ്തമായ ഒരു രീതി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു സങ്കല്പമുണ്ട് രണ്ട് കൂട്ടർക്കും. പുരുഷൻ ഇതിനകത്ത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് പല കാരണമുണ്ട്. സ്ത്രീ പങ്കാളിയുടെ പെരുമാറ്റം, അവരുടെ സംസാര രീതി, റെസ്പോൺസ് അതിനെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, കൂടുതൽ പെർഫെക്ഷൻ നോക്കേണ്ട കാര്യമില്ല. ഏത് കാര്യമാണെങ്കിലും പ്രാക്ടീസ് കൊണ്ടാണ് അത് പിന്നീട് പെർഫെക്ഷനിലേക്ക് വരുന്നത്. അതുപോലെ ഓരോ മെത്തേഡ് ചെയ്യുമ്പോഴും പോസ്റ്റർ ഓരോ തരത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന പങ്കാളികളെ സംബന്ധിച്ച് അവർക്കിതിനകത്ത് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.